ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയം ഒരു കുറ്റലോകമായി മാറ്റി എന്നുള്ളതാണ്. ഷാബുദ്ദീൻ സാർ, ഈ ലോകം തന്നെ താങ്കളെ കുറ്റവാളി എന്ന് വിളിക്കുന്നത് സത്യമാണ്. താങ്കളുടെ ശത്രുക്കൾ താങ്കളെ ക്രിമിനൽ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ലാലു യാദവ് മാത്രം താങ്കളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നില്ല. ഞാനിപ്പോ ലീഡറാണ്, അദ്ദേഹം ഒരു തെറ്റും അങ്ങനെ പറയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി താങ്കളെ പോലുള്ള ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ആരെയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല, അതുപോലെ എന്നെയും ആരും ഉപയോഗപ്പെടുത്താൻ വിട്ടിട്ടില്ല. ഞാൻ താങ്കൾക്ക് റീസെന്റ് എക്സാമ്പിൾസ് പറയാം. അത് ബീഹാറിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. താങ്കൾ ജയിലിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന DM താങ്കളെ ആ ഏരിയയിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 2 വർഷം ജയിലിലായിരുന്നു. ആ സമയത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ക്രിമിനൽ കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. അതിനുശേഷം ആ കാര്യം കമ്മീഷണർ അറിഞ്ഞു. എന്നിട്ട് കമ്മീഷണർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് വളരെ എമോഷണലായി, വളരെ ധൃതിയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈ തീരുമാനം എടുത്തതാണ്, ഇത് ന്യായമല്ല എന്ന് പറഞ്ഞു. പക്ഷേ സാർ, ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫെബ്രുവരി 27 ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്, ഇലക്ഷൻ പ്രോസസ്സ് പൂർണ്ണമായും കഴിഞ്ഞ സമയത്ത് റാബ്രി ദേവി വീണ്ടും മുഖ്യമന്ത്രിയായി പദവിയേറ്റു. റിസൾട്ട് വരാൻ തുടങ്ങിയ സമയത്ത് താങ്കൾക്ക് തിരിച്ചു വരാനുള്ള അനുവാദവും അവർ നൽകി. അല്ലല്ല, അനുമതി കൊടുത്തത് ശരിയാണ്. അന്ന് കാലത്ത് ശരിക്കും എന്റെ പേരിൽ മറ്റൊരു ക്രൈം കേസ്, ആക്ട് കേസ് രജിസ്റ്റർ ചെയ്തു. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിചാരണകളെല്ലാം താങ്കളെ വിടില്ലെന്ന് തോന്നുന്നു. ഒരു വ്യക്തി 2.5 വർഷം ജയിലിൽ കിടന്ന ശേഷം പുറത്തു വന്ന് 3 മാസം കഴിഞ്ഞും തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നിട്ട് അവന്റെ പേരിൽ 10 കേസും കൊടുത്താലോ? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ. ഞാൻ പോലീസിന്റെ കഴിവിനെയോ അവരുടെ ഉദ്ദേശത്തെയോ സംശയിക്കുന്നില്ല. പക്ഷേ പോലീസിൽ പോലും വ്യക്തിപരമായ വൈരാഗ്യം, വ്യക്തിപരമായ പകയൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇതുപോലെ പകരം വീട്ടുന്നുണ്ട്. പക്ഷേ ഇത് സത്യമല്ലേ? താങ്കൾ ഇലക്ഷനെയും മത്സരിക്കുന്ന സമയത്ത് അതിൽ മസിൽ പവർ തീർച്ചയായും ഉപയോഗിക്കുന്നു. എപ്പോഴും മീഡിയ ഉണ്ടാവും, എപ്പോഴും കോൺട്രവേഴ്സ്യൽ ഇലക്ഷൻ ആയിരിക്കും അവിടെ നടക്കുക. അവിടെ ഫുൾ മീഡിയ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഷീവാനിൽ ഒരേ ഒരു ഫോട്ടോ നിങ്ങൾ കാണിക്കൂ, അതും MLA ഇലക്ഷന്റെ. അതിൽ ബാലറ്റ് ബോക്സ് കൊള്ളയടിച്ചു അങ്ങനെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന പോലെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ടല്ലോ. കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ബീഹാറിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബീഹാറിൽ ഷീവാനിൽ ആരെങ്കിലും കാണിച്ചാൽ അതായത് ബാലറ്റ് ബോക്സ് മോഷ്ടിക്കുന്നതും ബൂത്ത് ക്യാപ്ചറിംഗ് ഇല്ലെങ്കിലും ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ രാഷ്ട്രീയ എതിരാളികളുടെ തല വെട്ടുന്നതായിട്ടാണ് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞിടത്തോളം അത്രയൊക്കെ തലകൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഷീവാൻ ഈ രാജ്യത്ത് തന്നെ വളരെ വലിയ ഒരു മഹാനഗരമായി മാറിയേനെ. പക്ഷെ ജനസംഖ്യ വളരെ കുറവായിരിക്കും. 1997 മാർച്ച് 31 JNU സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് ചന്ദ്രശേഖര പ്രസാദ് താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കൾക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പകൽ സമയത്ത് തന്നെ അദ്ദേഹത്തെ കൊന്നു. എന്റെ പൊളിറ്റിക്കൽ കരിയർ ഞാൻ ചന്ദ്രശേഖർ സാറിനോടൊപ്പമാണ് തുടങ്ങിയത്. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഈ കാര്യം നന്നായിട്ടറിയാം. ഞാൻ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിലുണ്ടായിരുന്നയാളാണ്. ഞങ്ങൾ 2 പേരും ഒരേ കോളേജിലുണ്ടായിരുന്നവരാണ്, DAV കോളേജ്. അദ്ദേഹം അവിടുന്നാണ് തുടങ്ങിയത്. പിന്നീട് അവിടുന്ന് ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ JNUവിൽ വന്നു. അവിടെ പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഞാൻ MLA ആയി. ഞാൻ വരുന്ന സമയത്തൊക്കെ ചന്ദ്രശേഖറിനോടൊപ്പമാണ് ഞാൻ താമസിക്കാറുള്ളത്. അദ്ദേഹം എന്റെ സീനിയറാണ്. അദ്ദേഹം കൊല ചെയ്യപ്പെട്ട ആ സമയത്ത് ഞാൻ ജയിലിലായിരുന്നു സാർ. എന്നെ ഏറെ വിഷമിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് കൊല്ലപ്പെട്ടു. അതിൽ എന്നെ ഒരു കുറ്റവാളിയായി മീഡിയ അങ്ങനെ ചിത്രീകരിച്ചു. ഇതിനെക്കുറിച്ച് മീഡിയ അല്ല സർ, മീഡിയ തന്നെ. CBI അവർ അന്വേഷണം നടത്തി, അവര് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. CBIയുടെ ചാർജ് ഷീറ്റിൽ 6 പേരാണ് ഉള്ളത്. അതിലെ മെയിൻ അക്യൂസ്ഡ് താങ്കളാണ്. CBI എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഈ കൊലപാതകം താങ്കളുടെ ഐഡിയയിൽ വന്ന ഒരു പദ്ധതിയാണെന്ന്. അല്ലല്ല, അങ്ങനെ എവിടെയുമില്ല. CBI ഇങ്ങനെ പറഞ്ഞ് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്തപ്പോ, അതായത് പോലീസ് തയ്യാറാക്കിയ FIRൽ ഈ കാര്യങ്ങളുണ്ടായിരുന്നു. CBIയുടെ ഫൈനൽ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാവും. ശരിക്കും ഒരു അക്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ഈ കേസിൽ ബെയിൽ പോലും എടുത്തിട്ടില്ല. ആ സമയത്ത് ഞാൻ വേറൊരു ജയിലിൽ കഴിയായിരുന്നു. പക്ഷേ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ താങ്കൾക്ക് വളരെ ക്ലോസ് ആയ വ്യക്തികളാണെന്നും തെളിയിച്ചു. ധ്രുവ് ജയ്സ്വാൾ, റുസ്തം മിയാൻ, ഷേഖ് മുന്ന, പിന്നെ മുഹമ്മദ് റിയാസുദ്ദീൻ. അതായത് ദുരുഗ് ജയ്സ്വാളുമായി എനിക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്. ഈ കാര്യം ഞാൻ CBIക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ധ്രുവ് ജയ്സ്വാൾ എന്റെ കാർ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ 10 പേരിൽ ഒരു പയ്യൻ എന്റെ സ്വന്തം ഗ്രാമത്തിലുള്ളവനാണ്. ഇത് ഒരു സാധാരണ കാര്യമാണ്. ഒരേ നാട്ടുകാരനാണെങ്കിൽ എനിക്കവനെ അറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ.
അതായത് ഇവരെല്ലാം അക്യൂസ്ഡുകളാണെന്ന് CBI ഏത് ചാർജ് ഷീറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്? പറയൂ. FIR-ൽ ഇവരുടെ പേരുണ്ടായിരുന്നത് സത്യമല്ലേ? അവരെ അറസ്റ്റ് ചെയ്തത് പോലും താങ്കളുടെ വീട്ടിൽ നിന്നല്ലേ? അതായത് ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ധ്രുവ് അറസ്റ്റ് ചെയ്തത് MP-യുടെ വീട്ടിൽ നിന്നാണ് 1998 ഞാൻ ഫെബ്രുവരി നിങ്ങളോട് 21 നേരത്തെ തീയതി. പറഞ്ഞതാണ്, എന്റെ ഫ്രണ്ടായിരുന്നു, എന്റെ വണ്ടി ഓടിച്ചതും അദ്ദേഹമാണ്. ഇപ്പോഴും അദ്ദേഹം എന്റെ കാർ ഓടിക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് ട്രയൽ കേസാണ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ തീർച്ചയായും കിട്ടും. പക്ഷേ ഈ കേസിൽ താങ്കൾ ഇൻവോൾവ് ആയിട്ടില്ലെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ എല്ലാവരും കേസിൽ അതിൽ ഇൻവോൾവ് ആകാൻ ഒരു ചാൻസും ഇല്ല. അതായത് സത്യം പറയുകയാണെങ്കിൽ ചന്ദ്രശേഖരനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നതിനൊരു പാവമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഷൗബുദ്ദീൻ സാർ, താങ്കൾ ഏത് ചന്ദ്രശേഖരനെ താങ്കളുടെ സുഹൃത്തെന്ന് പറയുന്നുവോ, അദ്ദേഹത്തിന്റെ അമ്മ താങ്കളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എനിക്കുണ്ടായിരുന്ന ഒരേ മകനാണ് ചന്ദ്രശേഖർ. അവൻ എന്നെ നന്നായി നോക്കി. എന്റെ ഹൃദയം, എന്റെ ജീവൻ എല്ലാം അവനാണ്. ഇനി ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. എന്നെ കൊന്നാലും പ്രശ്നമില്ല. ഞാൻ ജനങ്ങൾക്കിടയിൽ നിന്ന് പറയും, ഷഹാബുദ്ദീൻ റൗഡികളെ വരൂ, വന്ന് എന്നെ കൊല്ലുവെന്ന്. ഈ ലോകത്തിലെ JB ജോക്ക് വരെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് പറയും. വേണ്ട, ദയവ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കല്ലേ, നിങ്ങളെ കൊന്നുകളയുമെന്ന്. എനിക്ക് പേടിയില്ല. അദ്ദേഹം താങ്കളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന അദ്ദേഹത്തിന്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ, അവരെ ഞാൻ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർ പറഞ്ഞത് കേട്ടതാണല്ലോ. വരൂ, വന്ന് ഷൂട്ട് ചെയ്യൊന്ന് ഓപ്പണായിട്ട് ചാലഞ്ച് ചെയ്യല്ലേ. ഞാനും ഒരു സാക്ഷിയാണെന്ന്. അവരുടെ മുടിയിൽ പോലും ആരെങ്കിലും തൊട്ടിട്ടുണ്ടാവോ? അവരെ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. താങ്കൾ പറയുന്നത് കേട്ടാൽ വീരപ്പനെ പോലെ താങ്കൾ ഒരു ഇമേജ് സൃഷ്ടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്നെ ആരുമായും താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വീരപ്പനെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. സാധാരണ മനുഷ്യൻ, സാധാരണക്കാരനെ പോലെ ചിന്തിക്കുന്നവൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇമേജ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ റോബിൻ ഹുഡിനെ പോലെ പണക്കാരുടെ അടുത്തു നിന്നും വാങ്ങി പാവങ്ങൾക്ക് കൊടുക്കുന്നത്. എനിക്ക് നിങ്ങൾ പറയുന്ന റോബിൻ ഹുഡിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നയാളാണ്. ഞാൻ എപ്പോഴും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും. പക്ഷേ ഇത് സത്യമാണോ? താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കളോടുള്ള പേടി കാരണം ഡോക്ടേഴ്സ് കൂടുതൽ ഫീസ് വാങ്ങുന്നില്ല. താങ്കളോടുള്ള പേടി കാരണം സ്കൂളിലും വലിയ ഫീസൊന്നും വാങ്ങുന്നില്ല. ഇതിനെയൊക്കെ ഭയമെന്ന് പറയുന്നു. ജനങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടേയില്ല. ഇപ്പോഴാണ് ആദ്യമായി എൻ്റെ വീട്ടിൽ നിന്ന് നീതിപീഠത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ എന്തു പറയാനാണ്? ആര് എന്തൊക്കെ പറയുന്നു? പക്ഷേ ഞാനൊരു വിളക്ക് പോലെയാണ്, സ്വയം എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുക. ഒരുപക്ഷേ ഞാൻ കാരണം എന്തെങ്കിലും നന്മ കിട്ടുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ അത് നല്ല കാര്യമാണ്.